ഹലോ ഗൈസ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈയിടെയായിട്ട് ഞാൻ കാണുന്ന ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഞാൻ ഇത്രയും പ്രോഡക്റ്റുകൾ കാണിക്കുന്നു, ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റുകൾ കാണിക്കുന്നു, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നൂടെ ഞങ്ങൾ ഏത് വിശ്വസിക്കും, എല്ലാം കൊള്ളാം എന്ന് പറയുന്നു, എന്തുകൊണ്ടാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു, ഓരോന്ന് വലിച്ചു വാരി ഉപയോഗിക്കുന്നു, ഞാൻ ചത്തുപോകും, കിഡ്നി അടിച്ചു പോകും, അങ്ങനത്തെ കാര്യങ്ങൾ, ഇത്രയും കെമിക്കൽ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ വീഡിയോ ചിലപ്പോൾ ഇത്ര ലെങ്തി ആവാം, പക്ഷെ നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു ഡൗട്ട് എന്നെ കുറിച്ച് മാത്രമായിരിക്കില്ല, ബാക്കി ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും കാണുന്നവർക്ക് എന്തായാലും ഈ ഒരു ഡൗട്ട് ഉണ്ടാവില്ല. കാരണം ഞാൻ മിക്ക വീഡിയോസിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വൈ എന്നുള്ള കാര്യം. അല്ലാത്തവർക്ക് പുതിയതായിട്ട് ഒരു വീഡിയോ കാണുന്നവരാണെങ്കിലും താഴോട്ട് പിന്നീട് എൻ്റെ അക്കൗണ്ട് സ്ക്രോൾ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഒരു ഡൗട്ട് എന്തുകൊണ്ടും ഉണ്ടാവാം. അപ്പം ഒന്ന് ക്ലാരിഫൈ ചെയ്യണം തോന്നി. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഓരോ ദിവസവും പുതിയ പുതിയ പ്രോഡക്റ്റ് കാണിക്കുന്നു, നിങ്ങൾക്ക് ഏത് വിശ്വസിക്കണം എന്നറിയില്ല, എല്ലാം കൊള്ളാം എന്ന് പറയുന്നു, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നൂടെ എന്നുള്ള കാര്യമാണ്. ഇതെന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരേ പ്രോഡക്റ്റ് ഒരേപോലെ ചേരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡും ഒറ്റ പ്രോഡക്റ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇത്രയും ബ്രാൻഡ്സും ഇത്രയും പ്രോഡക്റ്റുകളും ഒരേ സാധനം തന്നെ, ഇത്രയും ഒരു ബ്രാൻഡ്, ഒരു സൺസ്ക്രീൻ തന്നെ ഇത്രയും ബ്രാൻഡുകൾ ഇറക്കുന്നത് എന്തിനാണ്? മനസ്സിലായില്ലേ? ഒരു പ്രോഡക്റ്റ് തന്നെ എല്ലാവർക്കും ചേരുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബ്രാൻഡുകളും കാര്യങ്ങളും ഒന്നും ഇറക്കില്ല. കാരണം എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെൻ്റാണ്. ഓരോരുത്തർക്ക് ഓരോ സ്കിൻ ഇഷ്യൂവും ഓരോ സ്കിൻ കൺസേണും എല്ലാം ഡിഫറെൻ്റാണ്. ഓരോരുത്തർക്ക് വേണ്ട ആവശ്യവും ഡിഫറെൻ്റാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്രോഡക്റ്റാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഈവൻ ഹൈലി വലിയ ബ്രാൻഡുകളിൽ പോലും ഒരുപാട് മോശമായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. പക്ഷെ ആ ബ്രാൻഡ് നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ബ്ലൈൻഡ്ലി പോയിട്ട് അത് വാങ്ങിക്കും, അത് ട്രൈ ചെയ്ത് നോക്കുന്നുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി അറിയായിരിക്കും ഒരു പ്രോഡക്റ്റ്, അതിനെക്കുറിച്ച് നോക്കുമ്പോൾ എനിക്കറിയാം ആ പ്രോഡക്റ്റ് നല്ലതാണോ മോശമാണോ എന്നുള്ളൊരു അതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് എനിക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു വിവരമുള്ളപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള പൈസ കളഞ്ഞിട്ട് ഞാനൊരു മോശം പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇത് മോശമാണ് എന്ന് പറഞ്ഞിട്ട് വ്യൂസിനോ അതിനോ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കാറില്ല. അങ്ങനെ കളയാൻ എൻ്റെ പൈസ ഇല്ല. നിങ്ങൾക്ക് ഞാൻ പല പ്രോഡക്റ്റ് അറിയാതെ കാണും, ഭയങ്കര അപൂർവമായിട്ട് അറിയാണ്ട് ഞാൻ മേടിച്ച പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തന്ന പ്രോഡക്റ്റുകളോ മോശമാണെങ്കിൽ മാത്രം ഞാൻ പ്രോഡക്റ്റ് വെച്ചിട്ട് വീഡിയോയിൽ കാണിക്കാറുണ്ട്, ഇത് കൊള്ളത്തില്ല, നിങ്ങൾ യൂസ് ചെയ്യരുത്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ പിക്ചർ എന്തെങ്കിലും വെച്ചിട്ട് ഇത് യൂസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റുകൾ എനിക്ക് 100% ഉറപ്പാണ് ഈ പ്രോഡക്റ്റുകൾ നല്ലതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല പ്രോഡക്റ്റുകൾ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നത്. നിങ്ങളൊരു മോശം പ്രോഡക്റ്റുകൾ പോയി വാങ്ങാതിരിക്കാനും ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് പണി കിട്ടാതിരിക്കാൻ നല്ല പ്രോഡക്റ്റുകൾ, എനിക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അത് ഇപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്ത പോലെ വേറൊരാൾക്ക് വർക്ക് ചെയ്യണം എന്നില്ല. അപ്പോൾ ഒരാൾക്ക് അത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് എനിക്ക് വർക്ക് ചെയ്യില്ല, നിങ്ങൾ ആരും യൂസ് ചെയ്യരുത് എന്നുള്ളൊരു കമൻറ്റ് നിങ്ങൾ ഇടരുത്. അത് നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. കാരണം ഒരാളുടെ സ്കിന്നല്ല വേറൊരാൾക്ക്. നിങ്ങൾക്ക് വർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ബാക്കി 10 പേർക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റ് 1-2 ദിവസം, ഒരാഴ്ച, ഒരു മാസം ഉപയോഗിച്ചിട്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണില്ല. ഒരു പ്രോഡക്റ്റ് മിനിമം 3 to 4 months, ഏത് തരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 to 4 മാസമെങ്കിലും മിനിമം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാത്തതായിട്ട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട രീതിയിലായിരിക്കില്ല ഒരിക്കലും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് സെക്ഷനിൽ ഇതുപോലെ വർക്ക് ചെയ്യില്ല, കൊള്ളില്ല, എനിക്ക് ഭയങ്കരമായിട്ടുള്ള പണി കിട്ടി എന്നുള്ള കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള കറക്റ്റ് ഇങ്ങനെയാണ് തെറ്റുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്കിൻ ഇഷ്യൂസ് ആയിരിക്കും അവരിട്ടിട്ടുണ്ടാവുക. അതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ വരുന്ന ഇഷ്യൂസാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള രീതി കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ഗുളിക സമയം തെറ്റി കഴിച്ചാൽ അതിൻ്റെതായ ഇഷ്യൂ നമുക്ക് ഉണ്ടാവില്ലേ? അതുപോലെ ഇതും മെഡിക്കേഷനാണ്, ഇത് മേക്കപ്പ് അല്ല. ഇതെന്ന് പറയുന്നത് സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ പോലൊരു മരുന്നാണ്. അപ്പോൾ അതിൻ്റെതായ പ്രിസ്ക്രിപ്ഷൻ്റെ രീതി, അതായത് അത് അപ്ലൈ ചെയ്യേണ്ട അവർ പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഇഷ്യൂ വരില്ലേ? നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഒരു പ്രോഡക്റ്റ്, ഇപ്പം നല്ല പ്രോഡക്റ്റുകളാണെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. അത് ഒരാൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക്
വർക്ക് ചെയ്യും. അത് നമുക്ക് മനസ്സിലാവും, നമുക്ക് ഏതാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നതാണെങ്കിലും സെയിം സാധനം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, ഗണിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നമുക്കത് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം സ്വിച്ച് ദ പ്രോഡക്റ്റ്. അപ്പം നിങ്ങൾ പറയും എൻ്റെ പൈസ പോയി, നിങ്ങൾ കാരണം എൻ്റെ പൈസ പോയി. നിങ്ങൾക്ക് വേറെ വഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിന് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എന്താ പറയുക എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം സ്കിൻ കെയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഓഫ് മണി. ഇപ്പം നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട്, ഞാൻ പല വീഡിയോസിലും എനിക്ക് സൺസ്ക്രീൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സംഭവം. സൺസ്ക്രീൻ നിങ്ങൾ ഒറ്റ തവണ ഉപയോഗിച്ചാൽ വർക്ക് ചെയ്യത്തില്ല. എല്ലാ ദിവസവും രാവിലെ ഒരു തവണ ഇട്ട് കഴിഞ്ഞാലും വീണ്ടും റീഅപ്ലൈ ചെയ്യണം. 3 മണിക്കൂർ മാത്രമേ സൺസ്ക്രീൻ ലാസ്റ്റ് ചെയ്യുള്ളൂ. റീഅപ്ലൈ ചെയ്യണം, വീണ്ടും റീഅപ്ലൈ ചെയ്യണം. നിങ്ങൾ എത്രത്തോളം വെയിലടിക്കുന്നോ അത്രത്തോളം റീഅപ്ലൈ ചെയ്യണം, എന്നാലേ സൺസ്ക്രീൻ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ ഒരു ഡോട്ട് പോലെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് സൺസ്ക്രീൻ ഇട്ടു എന്ന് പറയാനും പറ്റില്ല. ഒരു മുഖം മൊത്തം നല്ല രീതിയിൽ കവർ ചെയ്യുന്ന പോലെ ഇട്ടാലേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ സൺസ്ക്രീനിൽ നിന്ന് കിട്ടുള്ളൂ. അതങ്ങനെ ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ. എനിക്കറിയാൻ പലരും അങ്ങനെ അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കാണുന്ന എല്ലാ പ്രോഡക്റ്റും വലിച്ചു വാരി ഉപയോഗിക്കാനും പറ്റില്ല, അതും ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ എനിക്ക് ഉള്ള നോളജ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സ്കിൻ കെയറിനെ കുറിച്ചും നല്ല പ്രോഡക്റ്റുകളാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് കാരണം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്ത എല്ലാവർക്കും നല്ല രീതിയിൽ സ്കിന്നിന് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും കുറേ റിപ്ലൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഐ എം റിയലി താങ്ക്ഫുൾ. കാരണം ആർക്കെങ്കിലും ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. പലരും ആണെങ്കിലും പലയിടത്ത് വെച്ച് കാണുമ്പോഴാണെങ്കിലും വിളിക്കുമ്പോഴാണെങ്കിലും പറയാറുണ്ട് എനിക്ക് വർക്ക് ചെയ്തു എന്നുള്ളത്. അത് കേൾക്കുമ്പോഴാണ് ഭയങ്കര സന്തോഷം വരുന്നത്, നമ്മൾ കാരണം ആർക്കെങ്കിലും നല്ലൊരു രീതിയിൽ ബെനിഫിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഓരോ വീഡിയോസിലും പറയാൻ, നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഫുള്ള് കാണണം, ഓരോ പോയിന്റും കേൾക്കണം എന്നുള്ളത്. കാരണം ഓരോ പോയിന്റിലും പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ്. പിന്നീടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ലേ, എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അസുഖം വരത്തില്ല, അങ്ങനത്തെ ഉള്ള ഇഷ്യൂസും. പിന്നെ ഇടയ്ക്ക് എനിക്ക് കുരു വരുമ്പോഴേക്കും നിങ്ങൾ കുറേ പറയുന്നുണ്ട് ഇത്രയും മുഖത്ത് വലിച്ചു വാരി തേച്ചിട്ട് മുഖത്തെല്ലാം കുരുവായല്ലോ, വല്ല കാര്യം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഉള്ള ഇഷ്യൂസാണ്. അപ്പം അതെന്ന് പറയുന്നത് എൻ്റെ വെള്ളം പോയി. ഓക്കെ, അതെന്ന് പറയാം ഒന്നെന്ന് പറയാം ആസ് എ സ്കിൻ കെയർ ഇൻഫ്ലുവൻസർ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഇഷ്ടം പോലെ ബ്രാൻഡ്സിൽ നിന്നും നമുക്ക് പ്രോഡക്റ്റുകൾ അയച്ചു തരാറുണ്ട്. ടെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ, PR പാക്കേജ് ആയിട്ടാണെങ്കിൽ, ഗിഫ്റ്റ് പാക്കേജ് ആയിട്ടാണെങ്കിൽ അവരുടെ ഓരോ ആനിവേഴ്സറിയുടെ പ്രോഡക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇത്രയും പ്രോഡക്റ്റുകൾ ചിലപ്പം അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രോഡക്റ്റുകളായിരിക്കും. ഇപ്പം എനിക്ക് ഇല്ലാത്തൊരു സ്കിൻ ഇഷ്യൂവിൻ്റെ പ്രോഡക്റ്റുകളായിരിക്കാം, എനിക്ക് എൻ്റെ ഏജിന് പറ്റിയതായിരിക്കില്ല. അതൊക്കെ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിലോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്കൊരു പ്രോപ്പർ റിവ്യൂ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിട്ടുള്ള വിവരം കൊണ്ടും കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഓക്കെ ഇത് ഓക്കെ ആണ്, ഇത് സർട്ടിഫൈഡ് ആണ്, നിങ്ങൾക്ക് പേടിക്കേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ പ്രോഡക്റ്റ് സർട്ടിഫൈഡ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാനുണ്ടാവുക. അതേപോലെ ഇപ്പം ഇത്രയും പ്രോഡക്റ്റുകൾ വരുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത്രയും സ്കിൻ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യം. എനിക്ക് PCOD, ഹോർമോണൽ ഇംബാലൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഒന്ന് കൺട്രോളായി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സ്കിൻ ഇഷ്യൂസ് വരും. നല്ല രീതിയിൽ ഇതുപോലെ കുരു വരും, പാടുകൾ വരും. കുരു വന്നു കഴിഞ്ഞാൽ കുരു പൊട്ടിയിട്ടുള്ള പാടുകൾ വരും. അതാണ് എനിക്കുള്ള മെയിൻ ആയിട്ടുള്ള സ്കിൻ ഇഷ്യൂ. കുരു വരും, കുരുപൊട്ടിയുള്ള പാട് വരും. ബിക്കോസ് ഈ ഇതുപോലത്തുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. അതിപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാവുന്നവർക്ക് റിലേറ്റബിൾ ആയിരിക്കും. അതുപോലെ ഞാൻ എല്ലാ പ്രോഡക്റ്റും വലിച്ചു വാരി ഉപയോഗിക്കാറില്ല. ഞാൻ ഒരു ദിവസം ഒരു സിറമോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ ഒരു സൺസ്ക്രീനും സിറം മാത്രമായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. അതും ഒരു സൈക്കിൾ പോലെ. എനിക്കിപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും അതിൽ എനിക്കിപ്പോൾ ആ ഒരു സ്കിൻ ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കിപ്പോൾ കുരുയില്ലാത്തപ്പോൾ ഞാൻ ആ കുരുവിൻ്റെ സിറംസ് ഒന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് ആ ഒരു സ്കിൻ ഇഷ്യൂ വരുന്ന സമയത്ത് മാത്രം കൃത്യമായിട്ടുള്ള രീതിയിൽ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസമായിരിക്കും, അതിൽ കൂടുതൽ ഞാൻ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാറേ ഇല്ല. അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതി. ആ ഒരു രീതിയിൽ എനിക്ക് ആ സ്കിൻ ഇഷ്യൂ വരുമ്പോൾ മാത്രം അതിൻ്റെതായ രീതിയിൽ ഞാനൊരു സൈക്കിൾ പോലെ ഒരു റൊട്ടീൻ പോലെ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായ ആവശ്യമുള്ള പ്രോഡക്റ്റ് അല്ലാണ്ട് ഞാൻ വലിച്ചു വാരി 5, 6, 10 സ്കിൻ കെയർ റൂട്ടീൻ എനിക്കില്ല.
ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോസ് കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അത് അറിയായിരിക്കും. 1, 2, 3 മാക്സിമം അത്രയും പ്രോഡക്റ്റുകളൊക്കെ എനിക്ക് കാണത്തുള്ളൂ ഞാൻ ഒരു സമയത്ത് ഉപയോഗിക്കുന്നത്. അതും നെസസറി ആയിട്ടുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും ക്ലെൻസറും അതിൻ്റെ ഒരു സിറമോ മാക്സിമം അത് കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സിറംസോ ആയിരിക്കും. അല്ലാണ്ട് ആവശ്യമില്ലാത്തതോ എനിക്ക് വലിച്ചു വാരി ഞാൻ ആ ഒരു ആക്രാന്തം കാണിക്കാറില്ല. എനിക്ക് പെട്ടെന്ന് ഒരു സ്കിൻ ഇഷ്യൂ നന്നാവണം എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വലിയൊരു ബ്രേക്ക് ഔട്ട് വന്ന കാര്യം. അത് ഞാൻ ഉപയോഗിക്കാതെ പ്രോപ്പറായിട്ട് ഞാൻ കെയർ ചെയ്യാതിരുന്നിട്ട് വന്ന സംഭവമാണ്. അതിൻ്റെ കൂടെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂവും പ്രോപ്പറായിട്ട് ഞാൻ ഉപയോഗിക്കാതെ ക്ലീൻ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് വന്ന ഒരു ഇഷ്യൂ ആണ്. ഫേസ് പ്രോപ്പറായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാതെ വീണ്ടും സൺസ്ക്രീൻ ഇട്ടപ്പോൾ എനിക്ക് വന്നൊരു പ്രശ്നമാണ്. അത് ഞാൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് വേണ്ടിയിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്കൊരു ഇഷ്യൂ വന്നു ഞാൻ പെട്ടെന്ന് 100,000 പ്രോഡക്റ്റുകൾ വലിച്ചു വാരി ഇട്ട് അതൊരിക്കലും ഞാൻ ചെയ്യാറില്ല. എനിക്കൊരു സ്കിൻ ഇഷ്യൂ വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒരു നല്ല പ്രോപ്പറായിട്ടുള്ള ക്ലെൻസിങ്ങും മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിൻ്റെ ബാരിയർ വീണ്ടും റിപ്പയർ ആയി വന്നു ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം മാത്രം ഞാൻ പതിയെ അത് ട്രീറ്റ് ചെയ്യാനുള്ള സിറംസ് ഒരാഴ്ച 1 തവണയോ 2 തവണയോ അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെതായ കൃത്യമായിട്ടുള്ള രീതി. ഞാൻ അതാണ് വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രോപ്പറായിട്ട് നിങ്ങൾ വീഡിയോസ് കേൾക്കാറില്ല. നിങ്ങൾ ആ പ്രോഡക്റ്റ് കാണും, ഒരു സ്കിൻ ഇഷ്യൂ കാണും, നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കും. നിങ്ങളത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇടുന്നത് കേൾക്കാറില്ല, ഞാൻ എങ്ങനെ അത് യൂസ് ചെയ്യുന്നതെന്നും കേൾക്കാറില്ല, കൃത്യമായുള്ള ആപ്ലിക്കേഷൻ കേൾക്കാറില്ല. ഞാൻ കമൻസിൽ പിൻ ചെയ്ത് വെക്കുന്ന വായിക്കണം എന്ന് പറയും, അത് നിങ്ങൾ വായിക്കാറില്ല. അതിൽ വല്ല കോഷൻസ് ആയിരിക്കും ഞാൻ എഴുതി വെച്ച് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ പറയും മോയ്സ്ചറൈസർ ഇടണം, സൺസ്ക്രീൻ ഇടണം, അത് നിങ്ങൾ കേൾക്കാറില്ല. അപ്പോൾ എന്ന് പറയുന്നത് അതിൻ്റെതായ സ്കിൻ ഇഷ്യൂസ് നിങ്ങൾക്ക് വരും. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഞാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇതുപോലെ വലിച്ചു വാരി തേക്കാറില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ശരിക്കും ഉണ്ട്. കാരണം എൻ്റെ ജോലി അതാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇടണം. ഒരു സ്കിൻ കെയർ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്തിട്ട് നല്ലതാണോ അല്ലയോ എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത് എൻ്റെ ജോലിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കത് വാങ്ങണം. അപ്പം ഇപ്പം എനിക്ക് ആ ഒരു വിഷയമില്ല, എനിക്ക് അത്രയും വേണ്ടെങ്കിൽ കൂടിയും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ പറയുന്ന റെക്കമെൻഡേഷൻസ് അനുസരിച്ച് എനിക്ക് വാങ്ങി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ആവശ്യമാണ്. എന്നാലും ഞാൻ ആവശ്യമില്ലാതെ മുഖത്ത് വലിച്ചു വാരി ഇടില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ മുഖത്ത് ഒരു ദിവസം ഒരു സിറം അപ്ലൈ ചെയ്തെങ്കിലും ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി വേറൊരു സിറം അപ്ലൈ ചെയ്ത് ഞാൻ വാഷ് ചെയ്ത് കളയാം വീഡിയോയ്ക്ക് ശേഷം. കാരണം എനിക്ക് ആ ദിവസം ആ ഒരു സിറം മാത്രമായിരിക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഞാൻ വലിച്ചു വാരി ഉപയോഗിക്കാറില്ല. നിങ്ങളും അങ്ങനെ ഉപയോഗിക്കരുത്. അതുപോലെ എൻ്റെ റുട്ടീൻ അതുപോലെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഞാൻ ഒരു റൊട്ടീൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ റൊട്ടീൻ അനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട്, എന്താ പറയുക, ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, രാത്രിയും ഡബിൾ ക്ലെൻസിങ്, മോയ്സ്ചറൈസർ, ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ റൂട്ടീൻ. അതിൽ തന്നെ നിങ്ങൾക്ക് ആക്നെയും ഇതെല്ലാം തന്നെ കുറയും. പക്ഷേ നല്ല സമയം എടുക്കും. ചിലപ്പോൾ 1 വർഷം വരെ എടുക്കാം, നിങ്ങൾക്ക് മാസങ്ങളെടുക്കാം. ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ സമയമെടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് റൊട്ടീൻ നല്ല രീതിയിൽ ഫോളോ ചെയ്തവർക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നീട് എനിക്ക് വന്നിട്ട് റിപ്ലൈ തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ടുള്ള രീതിയിൽ പറയുന്ന രീതിയിൽ ഒന്ന് കേട്ടിട്ട് അതുപോലെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ, പ്ലീസ്. കാരണം നിങ്ങൾ എന്താ പറയുക, എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം ഇത്രയും നമ്മൾ നല്ല രീതിയിൽ ഇത്രയും പറഞ്ഞു കൊടുക്കുമ്പോഴും അത് ശ്രദ്ധിക്കാതെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ അതിനെ കാണുകയോ ചെയ്യുമ്പോഴേക്കും അതിൻ്റേതായിട്ടുള്ള എനിക്കൊരു സങ്കടം വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഇഷ്യൂ വരും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞു തരുന്ന എനിക്ക് യാതൊരു ഇഷ്യൂവും വരാൻ പോകുന്നില്ല. കാരണം ഞാൻ കൃത്യമായിട്ടുള്ള രീതിയിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ പോയി വാങ്ങിക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത്രയും 10-10,000 പ്രോഡക്റ്റുകളോ അതിൻ്റെ അത്രയും പൈസ കളഞ്ഞ് നമുക്ക് വേണ്ട. ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയറും ബേസിക് ആയിട്ടുള്ള നമ്മളെ ശരീരത്തിനെ നോക്കാനായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്നുള്ളൂ. അപ്പം അത് മാത്രം കൃത്യമായിട്ടൊന്ന് കേൾക്കാൻ നോക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട. വീഡിയോസ് ഞാൻ ഇടുമ്പോൾ കൃത്യമായിട്ട് കേൾക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫുൾ വീഡിയോസ് എല്ലാം ആയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നുണ്ടായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സകലമായ ഗൈഡൻസും ഞാൻ 3-4 വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കേൾക്കുക, അതിനനുസരിച്ച് ഫോളോ ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട്സ് ഉണ്ട്.
നിങ്ങൾക്ക് ഞാൻ പലത് അവിടെ വേണമെങ്കിലും കൊടുത്തേക്കാം, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അത്രത്തോളം റിസൾട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇത്രയും പ്രോഡക്ട്സ് ആക്സസിബിൾ ഇല്ലേ, എനിക്ക് വേണമെങ്കിൽ വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറത്തില്ല എന്നുള്ളൊരു സംഭവമാണ് അല്ല. 1, 2, 3, 4 മാസമൊക്കെ എടുക്കും പാടുകളൊക്കെ ഒന്ന് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്രയും പേഷ്യൻ്റായിട്ട് ഞാൻ സമയമെടുത്ത് ഞാൻ പതിയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ വേണം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴും ഏറ്റവും സമാധാനമായിട്ട് വേണം ചെയ്യാൻ. അതിൽ പാട് വന്നു, കുരു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പാനിക് ആവുമോ, ടെൻഷൻ അടിക്കുമോ ഒന്നും വേണ്ട. ഇതൊക്കെ നാച്ചുറലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഗേൾസ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത്രയും ഹോർമോണൽ ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ പെൺപിള്ളേർക്കുള്ളത് PCOD, ഫേഷ്യൽ ഹെയർ വരുന്നതും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ കോമൺ ആണ്. അപ്പോൾ പാനിക് ആവില്ല. നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വർക്കൗട്ട്സ് ചെയ്യാം, ഡയറ്റ്സ് ഫോളോ ചെയ്യാം, എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് സമാധാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഷ്യൻ്റ് ആയിരിക്കാം, കാമായിട്ടിരിക്കുക. ടൈം എടുത്താലേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. സമയമെടുത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ നോക്കുക. ഒരു റുട്ടീൻ ഉണ്ടാക്കുക, ഒരു ഡെയിലി പ്ലാനർ ഉണ്ടാക്കുക. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ലൈഫിൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിന്ന് നല്ലാവും അല്ലെങ്കിൽ ഹെൽത്ത് നല്ലാവുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ വരും. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു ചിട്ടയും ഒരു കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അത് ബാക്കി വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി വേറെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും. ഞാൻ കമൻറ്റ് കാണുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.